നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കില്ല. മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു ഗണേഷ്. പോലീസിൽ പരാതി നൽകില്ലെന്നും ഗണേഷ് മാപ്പ് പറഞ്ഞുവെന്നും ഭാര്യ ബിന്ദു മേനോൻ. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനില്ലെന്നും വിശദീകരണം. ഗണേഷ് രാജിവെക്കണമെന്ന് ആവർത്തിച്ച് വി.ഡി. സതീശൻ. മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ. നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ വിലക്കി കെ.പി.സി.സി. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വയം പ്രഖ്യാപനങ്ങൾ നടത്തരുതെന്ന് കെ. സുധാകരൻ ഉൾപ്പെടെയുള്ളവർക്ക് മുന്നറിയിപ്പ്. കെ. സുധാകരനെ അനുനയിപ്പിക്കാൻ നേതാക്കൾ. എം.പിമാർ മത്സരിക്കുന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് വി.ഡി. സതീശൻ. ടി.എൻ. പ്രതാപനെതിരെ തൃശൂരിൽ പോസ്റ്ററുകൾ. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CMPക്ക് നൽകുന്നതിനെതിരെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. നടിയാക്രമിച്ച കേസിൽ നിർണായക നീക്കവുമായി ഹൈക്കോടതി. സർക്കാർ നൽകിയ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചു. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുൾപ്പെടെയുള്ള സാങ്കേതിക വിവരങ്ങളും ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ശബ്ദരേഖകളും പുനഃപരിശോധിക്കണമെന്ന് സർക്കാർ. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് നോട്ടീസ് അയച്ചു. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള സമയമായെന്ന് സുപ്രീം കോടതി. ഇക്കാര്യം നിയമനിർമ്മാണ സഭ പരിഗണിക്കട്ടെ എന്നും കോടതി. പരാമർശം മുസ്ലിം സ്ത്രീകൾക്ക് വിവേചനമുണ്ടാക്കുന്ന ശരിയത്ത് നിയമത്തിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കവേ. രാജ്യത്തെ ഇന്ധന LPG വിതരണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുന്നതും കരിഞ്ചന്ത തടയുന്നതിനും നടപടി സ്വീകരിക്കും. ഊർജ്ജ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് വമ്പൻ പാരിതോഷികം. ടീമിന് 131 കോടി രൂപ സമ്മാനം പ്രഖ്യാപിച്ച BCCI. താരങ്ങൾക്ക് നൽകുന്നത് 2024 നൽകിയതിനേക്കാൾ ഉയർന്ന തുക. ഭാര്യയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കില്ല. ഭാര്യയ്ക്ക് പരാതിയില്ല എന്ന് ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. ഗണേഷ് വിഷയം മന്ത്രിസഭയിൽ ചർച്ചയായില്ല. മന്ത്രിസഭാ യോഗശേഷം തിരുവനന്തപുരത്ത് KSRTCയുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രിയെ അഭിവാദ്യങ്ങളോടെ പ്രവർത്തകർ സ്വീകരിച്ചു. മന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത്. ഞാൻ മന്ത്രിസ്ഥാനമൊക്കെ വിട്ടു പോയാലും നിങ്ങളത് തുടങ്ങണം എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഇത്രയും ദിവസം ഞാനൊരു ശരിക്കും പറയാം മന്ത്രി എന്ന നിലയിൽ നിങ്ങളായിട്ട് കാണുന്ന വിടവാങ്ങൽ പ്രസംഗമായിട്ട് കണക്കാക്കാം. ഞാനിത് നിങ്ങളോട് എല്ലാവരോടും സ്നേഹത്തോടെ എന്നോട് സഹകരിച്ചവരോട് ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് എങ്ങനെ മുന്നോട്ട് പോകുന്നു അതിനേക്കാൾ മികച്ച രീതിയിൽ മന്ത്രി മാറി വന്നാലും ആര് മാറി വന്നാലും നിങ്ങൾ ഇത് മുന്നോട്ട് നയിക്കണം. ഇത് നിങ്ങളുടെ ജീവനക്കാരായ നിങ്ങളുടെ സ്വത്താണിത്. ഇത് നിലനിൽക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് വ്യക്തമായി പ്രതികരിക്കാനും മന്ത്രി തയ്യാറായില്ല. എന്നാൽ പരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടെ മാധ്യമങ്ങളെ വിമർശിക്കുകയും ചെയ്തു. ചിലർ തന്റെ ചോര കുടിക്കാനായി കാത്തിരുന്നുവെന്നും രാജിവെക്കാൻ ഉദ്ദേശമില്ല എന്നും മന്ത്രി പറഞ്ഞു. ഇത് തന്റെ വിടവാങ്ങൽ പ്രസംഗമായി കണക്കാക്കണമെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മന്ത്രിക്ക് വിലയില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. എന്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാത്തിയതാ ഞാൻ മുറിച്ചു തരാം, കുടിച്ചോ. അല്ലാതെ വെറുതെ നടന്ന് എന്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോൾ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്ന ചെല്ലു വിചാരിച്ചേ. അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? മന്ത്രിസഭയ്ക്ക് ഇനി 5 ദിവസം 6 ദിവസം കാലം. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ മന്ത്രിക്ക് ഒരു വിലയില്ല. മന്ത്രിക്ക് ഒരു വിലയില്ല ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട. അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും മിണ്ടാത്തത്. കെ.ബി. ഗണേഷ് കുമാറിന്റേത് കുടുംബകാര്യമല്ലെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഗണേഷ് കുമാറിന്റെ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. സ്പാർക്ക് ഡാറ്റ ചോർച്ച വിഷയത്തിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്നും സതീശൻ പറഞ്ഞു. കുടുംബ പ്രശ്നമായിരുന്നെങ്കിൽ എന്തിനാണ് 2013 പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്? ആ ചോദ്യത്തിന് മറുപടി പറയണം. അന്ന് കുടുംബ പ്രശ്നമായിരുന്നു. പക്ഷെ കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ മന്ത്രി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് അന്ന് പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി. അന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ആവശ്യപ്പെടും. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ് കാര്യങ്ങളെല്ലാം. അത്തരം ഒരാൾ മന്ത്രിസഭയിൽ തുടരുന്നത് ശരിയാണോ എന്നുള്ള ക്വസ്റ്റ്യനാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഗുരുതരമായ അലിഗേഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ആരോപണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ആ ആരോപണങ്ങളിലെ ചില വരികൾ വളരെ അപകടകരമായ ഒഫൻസിലേക്കാണ് പോകുന്നത്. ഞാൻ അതിലെ വിശദാംശങ്ങൾ പോകുന്നില്ല. അത് പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ് അവിടെ എന്താ നടന്നതെന്ന്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു.
ഇത് ജനങ്ങൾ മനസ്സിലാക്കിയ വിഷയമാണ്. ഇത്തരം കാര്യങ്ങളിൽ സെറ്റിൽമെൻ്റ് ആണോ CPM-ഉം കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഗ്രഹിക്കുന്നത്? അവർക്ക് അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് എന്തുവാകാം. ഇതിനു മുമ്പും ഗണേഷ് കുമാറിനെതിരെ പരാതി വന്നിട്ടുണ്ട്. അത് UDF-ന്റെ കാലത്തുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തെ വെടക്കാക്കി അവർ തനിക്കാക്കി. ഇപ്പോൾ ആ സ്വഭാവവും ആ പരാതിയും ആവർത്തിക്കുകയാണ്. അതിനെ മാപ്പാക്കി അവർക്കാക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെയും പാർട്ടിയുടെയും CPM പാർട്ടിയുടെയും വഞ്ചനയാണ്, ജനവഞ്ചനയാണ് പുറത്തു വരുന്നത്. ഇരട്ടത്താപ്പിന് അപ്പുറത്തുള്ള ജനവഞ്ചനയാണ് പുറത്തു വരുന്നത്. അദ്ദേഹം രാജിവെക്കണം. രാജിവെക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി ആർജവം കാണിക്കണം. പൊതുപ്രവർത്തകന്റെ മാന്യതയും മര്യാദയും മന്ത്രി KB ഗണേഷ് കുമാർ അശേഷം കാണിക്കുന്നില്ല എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഗണേഷ് വഷളൻ മന്ത്രിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ പെൻ വിഷയം കത്തി നിൽക്കുന്ന ഘട്ടത്തിൽ സർക്കാർ പിന്തുണ നൽകുന്നത് ശരിയല്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കുറേ കൂടെ മാന്യമായി പൊതുപ്രവർത്തനം നടത്തേണ്ടതിന് പകരം ഇതിനും വഷളായ ഒരു മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനം ചെയ്ത ഒരു മന്ത്രിയാണെങ്കിൽ ആരുമല്ല, മന്ത്രി എന്നല്ല, ആർക്കും ഇത് ചെയ്യാൻ പാടില്ലാത്തതല്ലേ. ഒരു ഭാര്യ പരാതി പറഞ്ഞു പിൻവലിച്ചു എന്നുള്ളത് കൊണ്ട് കാര്യമല്ല. സമൂഹത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ, MLA എന്ന നിലയിൽ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചില മാന്യതയും മര്യാദയുണ്ട്. സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ K. സുധാകരനെതിരെ KPCC. ആരും സ്വയം പ്രഖ്യാപനം നടത്തി സ്ഥാനാർത്ഥികളാകേണ്ട എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. MP-മാർ മത്സരിക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിനായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങി മുതിർന്ന നേതാക്കൾ ഡൽഹിയിൽ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുകയാണ്. എന്നാൽ ചർച്ചകൾക്ക് മുൻപേ തന്നെ കണ്ണൂരിൽ K. സുധാകരൻ MP സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചതോടെയാണ് KPCC നേതൃത്വം നിർദ്ദേശം പുറത്തിറക്കിയത്. ആരും സ്വയം പ്രഖ്യാപനം നടത്തി സ്ഥാനാർത്ഥികളാകേണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. നിർദ്ദേശത്തിന്റെ സ്വരം കനത്തതല്ലെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. സീറ്റ് വിഭജന ചർച്ച UDF-ന്റെ സീറ്റ് വിഭജന ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും നേതൃത്വത്തിന്റെ ഭാഗമായിട്ടാണ് എടുക്കുന്നത്. അതിന് കാത്തു നിൽക്കാൻ എല്ലാവരും ക്ഷമ കാണിക്കണം. MP-മാർ മത്സരിക്കുന്നത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും ഒരാളും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടതില്ലെന്നും VD സതീശൻ പറഞ്ഞു. സ്വയം പ്രഖ്യാപനം നടത്തുന്നവരെ നേതൃത്വം ശാസിക്കുമെന്നും താൻ മത്സരിക്കുന്ന കാര്യം പോലും തീരുമാനമായില്ല എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. സീറ്റ് വിഭജനം പാർട്ടിയുടെ താഴെ തട്ടിലല്ല നടത്തേണ്ടത്. അങ്ങനെ നേതാക്കന്മാർ അറിവോടുകൂടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നേതാക്കന്മാർ ശാസിക്കപ്പെടും, ഒരു സംശയമില്ല. അവർ ചെയ്യാൻ പാടില്ലാത്ത ഒരാൾ സ്വയം സ്ഥാനാർത്ഥി ചമയാണ്. പേരുകൾ പ്രഖ്യാപിക്കും മുൻപ് സ്ഥാനാർത്ഥികളെ എതിർത്തുള്ള പരസ്യ പ്രസ്താവന ശരിയല്ലെന്നും കുണ്ടറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കേന്ദ്ര നേതൃത്വം തനിക്ക് നിർദ്ദേശം നൽകിയെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. പല മണ്ഡലങ്ങളിലും ഒറ്റപ്പേരിലേക്ക് എത്താൻ സാധിക്കാത്തത് സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് തലവേദനയാകുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. TN പ്രതാപനെതിരെ നഗരമധ്യത്തിൽ പോസ്റ്ററുകൾ. തൃശൂർ പ്രസ് ക്ലബിന്റെ ചുവരിലാണ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. K. കരുണാകരന്റെ കുടുംബത്തെ ചതിച്ച യൂദാസ് ആണ് പ്രതാപനെന്നും അദ്ദേഹത്തിന് മാപ്പില്ലെന്നും പോസ്റ്ററുകളിൽ പറയുന്നു. തൃശൂരിലെ കോൺഗ്രസിനെ തകർക്കുന്ന കാലനാണ് പ്രതാപൻ എന്ന കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് പോസ്റ്ററുകളിലുള്ളത്. ലീഡറുടെ കുടുംബത്തോട് പ്രതാപൻ എന്തിനാണ് ഇത്ര പകയെന്നും പത്മജ വേണുഗോപാലിനെ തോൽപ്പിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും പോസ്റ്ററിൽ കുറ്റപ്പെടുത്തുന്നു. K. മുരളീധരനെ കൂടെ നിന്ന് കുഴിച്ചുമൂടിയെന്നും പോസ്റ്ററിലെ വരികളിൽ പറയുന്നു. സേവ് കോൺഗ്രസ് എന്ന പേരിൽ പതിച്ച പോസ്റ്ററുകൾക്ക് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. CC മുകുന്ദനെ പിന്തുണയ്ക്കാനുള്ള നീക്കത്തിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. മറ്റ് പാർട്ടികളിൽ നിന്ന് പുറന്തള്ളുന്ന പാഴ്വസ്തുക്കളെ ചുമക്കേണ്ട ഗതികേടിലേക്ക് നേതൃത്വം മാറിയെന്നും CC മുകുന്ദന് പിന്തുണ നൽകാൻ സാധിക്കില്ല എന്നും കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കി. അതേസമയം CC മുകുന്ദന്റെ രാജി ആവശ്യപ്പെടേണ്ട എന്ന നിലപാടിലാണ് CPI. കഴിഞ്ഞ 2 തവണയും നാട്ടിക MLA ആയിരുന്ന CC മുകുന്ദൻ CPIക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നത് ഇന്നലെയാണ്. CPI നേതൃത്വം പണത്തിന് കീഴടങ്ങിയെന്നതടക്കമുള്ള ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചത്.
വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് CPI മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും CC മുകുന്ദൻ രാജിവെച്ചിരുന്നു. ഇതിനുശേഷമാണ് നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് CC മുകുന്ദൻ രംഗത്ത് വന്നത്. ഗീതാ ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം സ്പോൺസേഡ് സീറ്റാണെന്നും മുകുന്ദൻ തുറന്നടിച്ചു. ഒരു പുതിയ പാർട്ടി ലിസ്റ്റ് വന്നപ്പോൾ ലിസ്റ്റ് വന്നപ്പോൾ എനിക്കൊരു പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധം പാർട്ടി വിരുദ്ധത്തിന് വേണ്ടി ആ രീതിയിലുള്ള സമീപനമാണ് സ്ഥാനാർത്ഥിത്വത്തിൽ വന്നത്. അപ്പോൾ അത് പ്രതിഷേധം മാനസികമായിട്ടുണ്ട്. മുകുന്ദന് പിന്തുണ നൽകാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ പരസ്യ പ്രതികരണവുമായി നാട്ടിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. മറ്റു പാർട്ടികളിൽ നിന്നും പുറന്തള്ളുന്ന പാഴ്വസ്തുക്കളെ ചുമക്കേണ്ട ഗതികേടിലേക്ക് നേതൃത്വം മാറിയെന്നും CC മുകുന്ദന് പിന്തുണ നൽകാൻ സാധിക്കില്ലെന്നും കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം അറിയിച്ചു. പാർട്ടിക്ക് ഒരിക്കലും എതിരെ ഞങ്ങൾ ഈ കാരണം പാർട്ടിയെ എതിർക്കണം മുന്നോട്ട് പോവില്ല. കാരണം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യും. ഇവിടെ താനി മണ്ഡലത്തിൽ ഇന്നലെ രാത്രി വന്ന് ഞങ്ങളുടെ 19 വാർഡ് കമ്മിറ്റികളാണ്. ആ വാർഡ് പ്രസിഡന്റുമാരെ ഇന്നലെ രാത്രി വിളിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ അഭിപ്രായം അറിഞ്ഞിട്ടാണ് ആദ്യം മാധ്യമങ്ങളെ അറിയിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. CC മുകുന്ദനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കെ CPIയുടെ നിർണായക യോഗങ്ങൾ ഇന്ന് നടക്കും. CC മുകുന്ദനിൽ നിന്നും രാജി നിർബന്ധപൂർവ്വം ചോദിച്ചു വാങ്ങേണ്ടെന്നാണ് CPI ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. രാജിവെച്ച് ഒഴിയട്ടെ എന്ന നിലപാടിലാണ് നേതാക്കൾ. അതേസമയം CPIയിലെ പലരുടെയും ക്രമക്കേടുകൾ പുറത്തു പറയുമെന്ന CC മുകുന്ദന്റെ തുറന്നു പറച്ചിൽ CPI നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ കലഹം രൂക്ഷമാകുന്നു. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CMPക്ക് നൽകുന്നതിനെതിരെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പ്രതിഷേധവുമായി രംഗത്ത്. തിരുവനന്തപുരം സീറ്റ് കോൺഗ്രസിന് തന്നെ വേണമെന്ന് നഗരത്തിൽ ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടു. ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും കൈപ്പത്തി ചിഹ്നത്തിലെ മത്സരിക്കാവൂ എന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെയാകണം എന്നുമാണ് ചുമരെഴുത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഘടകകക്ഷിയായ CP ജോണിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം തുടരുമ്പോഴും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന CPM നേതാവ് G. സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ചേക്കും. 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. നേതൃത്വം സീറ്റ് നൽകാൻ തയ്യാറാകാത്ത ഘട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ സുധാകരൻ തീരുമാനമെടുക്കാനാണ് സാധ്യത. സുധാകരൻ മത്സരിച്ചാൽ UDF പിന്തുണയ്ക്കും. സുധാകരന്റെ തീരുമാനം അറിഞ്ഞ ശേഷമേ UDF അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയുള്ളൂ. നേതൃത്വം ഇടപെട്ടിട്ടും നിലപാടിൽ സുധാകരൻ ഉറച്ചു നിന്നതോടെ ഇനി അനുനയ നീക്കവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടിലാണ് CPM നേതൃത്വം. അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായി സുധാകരൻ മത്സരിച്ചാൽ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനാകും മണ്ഡലം സാക്ഷ്യം വഹിക്കുക. സീറ്റ് വിട്ടു നൽകുന്നതിൽ അതൃപ്തി അറിയിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകണമെന്ന കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. സീറ്റ് ചർച്ചകൾ വൈകുന്നത് സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യതയെ ബാധിച്ചേക്കാം. തൊടുപുഴയിൽ PJ ജോസഫ് മാറുമെന്ന് പാർട്ടിയിൽ ആരും പറഞ്ഞിട്ടില്ലെന്നും അപ്പു ജോൺ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. തീർച്ചയായിട്ടും അതിൻ്റെ ചൂട് പിടിച്ച് മറ്റ് ഘടകകക്ഷികളും അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ വളരെ ഊർജിതമായി വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ജോസഫ് വിഭാഗത്തിൽ ഇത്രത്തോളം സ്ഥാനാർത്ഥികളുടെ ചർച്ചകളൊന്നും 1-2 ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് നമ്മളൊരു കാലതാമസം എന്ന് പറയുന്ന കാര്യമില്ല. ഇന്നിപ്പം കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഡൽഹിയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലെത്തും. NDAയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടക്കം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 10,000-ലധികം പേർ പങ്കെടുക്കുന്ന റോഡ് ഷോയും ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിൽ BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലെത്തും. രാവിലെ 11:30 നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ നാവികസേന ഹെലിപ്പാഡിലേക്കെത്തും. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനമാണ് ആദ്യ പരിപാടി. തുടർന്ന് കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കും. റോഡ് ഷോ ആയിട്ടായിരിക്കും പ്രധാനമന്ത്രി സ്റ്റേഡിയത്തിലേക്ക് എത്തുക. 10,000-ഓളം പ്രവർത്തകർ റോഡ് ഷോയുടെ ഭാഗമാകും. 1,00,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിനായി വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BDJSനൊപ്പം 2020 കൂടി NDA മുന്നണിയുടെ ഭാഗമായതോടെ മധ്യ കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയാണുള്ളത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് കൊച്ചി നഗരത്തിൽ ആകെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 6 SP-മാർ, 26 DYSP-മാർ, 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പുറമെ SPGയും സുരക്ഷയ്ക്കായി ഡ്യൂട്ടിയിലുണ്ട്. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടായിരിക്കും. അമൃത ന്യൂസ്, കൊച്ചി.
രാജ്യത്തെ ഇന്ധന LPG വിതരണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുന്നതും കരിഞ്ചന്ത തടയുന്നതിനും നടപടി സ്വീകരിക്കും. 2 ബുക്കിംഗുകൾക്കിടയിൽ 25 ദിവസത്തെ നിർബന്ധിത ഇടവേള തുടരും. ഇറക്കുമതി ചെയ്യുന്ന LPGയിൽ നിന്ന് ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മുൻഗണനാടിസ്ഥാനത്തിൽ വിതരണം നടത്തും. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശം നൽകി. അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പാചകവാതകം ഗാർഹിക ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാനും വ്യവസായ ആവശ്യങ്ങൾക്ക് ഗ്യാസ് വിതരണം പരിശോധിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിക്കാനും തീരുമാനിച്ചു. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള സമയമായി എന്ന് സുപ്രീം കോടതി. ഇക്കാര്യം നിയമനിർമ്മാണ സഭ പരിഗണിക്കട്ടെ എന്ന് വാക്കാൽ പരാമർശം നടത്തിയത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ്. മുസ്ലിം സ്ത്രീകൾക്ക് വിവേചനം സൃഷ്ടിക്കുന്ന ശരീഅത്ത് നിയമത്തിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുള്ള ഹർജിക്കിടെയാണ് പരാമർശം. നടിയെ ആക്രമിച്ച കേസിൽ 8-ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. വിചാരണ കോടതിയുടെ വിധി ചോദ്യം ചെയ്ത സർക്കാർ സമർപ്പിച്ച അപ്പീൽ സ്വീകരിച്ചുകൊണ്ടാണ് കോടതി പ്രതികൾക്ക് നോട്ടീസ് അയച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. നെടുമ്പാശ്ശേരി SHO മുഖേനയാണ് നോട്ടീസ് കൈമാറുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ നൽകിയ 400 പേജുള്ള അപ്പീൽ ഫയൽ സ്വീകരിച്ചാണ് ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയത്. വിചാരണ കോടതിയുടെ വിധിന്യായത്തിലെ ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ ദിലീപിനെതിരെയുള്ള ശക്തമായ തെളിവുകൾ വിചാരണ കോടതി അവഗണിച്ചു എന്ന് പറയുന്നു. ഗൂഢാലോചനയ്ക്കും അക്രമത്തിനും കാരണമായ വ്യക്തമായ തെളിവുകളുണ്ടായിട്ടും സാക്ഷിമൊഴികളെ തള്ളിക്കളഞ്ഞുവെന്നും തെളിവുകളെ തെറ്റായി പരിഗണിച്ചുവെന്നുമാണ് അപ്പീലിൽ പറയുന്നത്. കേസിൽ പൾസർ സുനി ഉൾപ്പെടെ 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് വിചാരണ കോടതി 20 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചത്. 6 പ്രതികൾക്കും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇവർക്കെതിരെ കൂട്ടബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങളും തെളിഞ്ഞിരുന്നു. എന്നാൽ കേസിലെ 7 മുതൽ 10 വരെയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടു. ഗൂഢാലോചനയടക്കം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് കണ്ടെത്തിയാണ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. നടിയെ ആക്രമിച്ച കേസിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള പ്രതികളുടെ ഗൂഢാലോചന മാത്രമാണ് കോടതി നിരീക്ഷിച്ചതെന്നും കുറ്റകൃത്യത്തിലേക്ക് നയിച്ച ഗൂഢാലോചനയെ നടന്നിട്ടില്ല എന്ന തരത്തിലാണ് കോടതിയുടെ കണ്ടെത്തലെന്നും അപ്പീലിൽ പ്രോസിക്യൂഷൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ശക്തമായ തെളിവുകളുണ്ടെന്നും മേൽക്കോടതിയിൽ ഇത് തെളിയിക്കാൻ കഴിയുമെന്നുമാണ് പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും പ്രതീക്ഷ. വിധിയിലെ സാങ്കേതികവും നിയമപരവുമായ പിഴവുകൾ അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ കേസിൽ ശിക്ഷിക്കപ്പെട്ട പൾസർ സുനി അടക്കമുള്ള പ്രതികൾക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് വിധിച്ചതെന്നും പ്രോസിക്യൂഷൻ അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. കൊട്ടേഷൻ സംഘാംഗങ്ങൾ ചെയ്ത കുറ്റത്തിന് കിട്ടാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് വിചാരണ കോടതി നൽകിയതെന്നും അപ്പീലിൽ പറയുന്നു. ഇതിനിടെ 8-ാം പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിട്ടത് ചൂണ്ടിക്കാട്ടി വിചാരണ കോടതിയുടെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് കേസിലെ 5ഉം 6ഉം പ്രതികളും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയ് വീണ്ടും ഹാജരാകണമെന്ന് CBI. ചെന്നൈയിലെ ഓഫീസിൽ മൊഴിയെടുക്കണമെന്നുള്ള വിജയുടെ ആവശ്യം തള്ളി. ദുരന്തത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് CBI നടത്തുന്നത്. സംഭവത്തിന് ശേഷം അടിയന്തരമായി ചെന്നൈയിലേക്ക് മാറിയത് എന്തിനാണ് എന്നീ കാര്യങ്ങളും CBI അന്വേഷിച്ചു വരികയാണ്. തീരുമാനിച്ചതിലും 7 മണിക്കൂർ വൈകിയാണ് വിജയ് കരൂരിലെ പരിപാടിക്ക് എത്തിയത്. ഇതുമൂലം വലിയ ആൾക്കൂട്ടവും തിരക്കുമുണ്ടാവുകയും പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്തു. എന്നിട്ടും അവിടെ പ്രസംഗം തുടർന്നത് എന്തിനാണെന്ന് CBI നൽകിയ സമൻസിൽ ചോദിച്ചു. സ്പാർക്ക് ഡാറ്റ ചോർച്ചയിൽ സർക്കാരിന് ആശ്വാസം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദേശം അയച്ചത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി തള്ളി. സന്ദേശം അയച്ചതിൽ തെറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കി. സന്ദേശം അയച്ചത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടിയായി സാക്ഷികളുടെ കൂട്ടത്തോടെയുള്ള മൊഴിമാറ്റം. കേസിലെ 1-ാം പ്രതി ചെന്താമരയുടെ സഹോദരൻ രാധാകൃഷ്ണൻ, ഭാര്യ രമ, അയൽവാസി പൊന്നുകുട്ടി എന്നിവരാണ് പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ മൊഴിമാറ്റിയത്. കൊലപാതകത്തിന് തലേദിവസം പ്രതി തന്നെ ഫോണിൽ വിളിച്ചിരുന്നുവെന്ന് മുൻപ് നൽകിയ മൊഴി രാധാകൃഷ്ണൻ നിഷേധിച്ചതോടെ 3 പേരെയും കൂറുമാറിയവരായി പ്രഖ്യാപിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. 2025 ജനുവരി 27-ന് പോത്തുണ്ടിയിൽ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വിചാരണ നടക്കുന്നത്. ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിൽ വീണ്ടും വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. +1 വിദ്യാർത്ഥി അഭിഗീത് ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ചു. ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല. 4 മാസം മുൻപ് മറ്റൊരു വിദ്യാർത്ഥിനിയും കോളേജ് ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ചിരുന്നു. കോട്ടയം നിയോജകമണ്ഡലത്തിൽ വികസന മുരടിപ്പെന്നാരോപിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-യുടെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. കഴിഞ്ഞ 15 വർഷം മണ്ഡലത്തിലേക്ക് ലഭിച്ച 90 കോടി രൂപ എന്ത് ചെയ്തുവെന്ന് തിരുവഞ്ചൂർ വ്യക്തമാക്കണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത BJP നേതാവ് PC ജോർജ് ആവശ്യപ്പെട്ടു. 2026-ൽ കേരളം ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കുമെന്നും താനും അതിന്റെ ഭാഗമായിരിക്കുമെന്നും PC ജോർജ് പറഞ്ഞു. BJP
കോട്ടയം നഗരത്തിലെ ആകാശപാതയ്ക്ക് സമീപത്തു നിന്നുമാണ് BJPയുടെ മാർച്ച് ആരംഭിച്ചത്. MLA ഓഫീസിന് 100 മീറ്റർ അകലെ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അശാസ്ത്രീയ നിർമ്മാണങ്ങളിലൂടെ ആകാശപാത പണിതും തുടർന്ന് നടന്ന ധർണ BJP ദേശീയ കൗൺസിൽ അംഗവും മുൻ MLAയുമായ PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. 15 വർഷം കോട്ടയം MLA ആയിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മണ്ഡലത്തിനു വേണ്ടി എന്തു ചെയ്തുവെന്ന് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. MLA ഫണ്ടും ആസ്തി വികസന ഫണ്ടും ഉൾപ്പെടെ 15 വർഷം കൊണ്ട് ലഭിച്ച 90 കോടി രൂപ എന്തിനാണ് ചെലവഴിച്ചതെന്ന് MLA വിശദീകരിക്കണമെന്നും ജോർജ് കൂട്ടിച്ചേർത്തു. നമ്മുടെ തിരുവഞ്ചൂരിന്റെ കയ്യിൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? അദ്ദേഹം 90 കോടി രൂപ 15 വർഷം കൊണ്ട് വാങ്ങിയിട്ടുണ്ട്. ഈ 90 കോടി രൂപ അദ്ദേഹം എന്ത് ചെയ്തു പറയണം. കോട്ടയത്തെ MLA ആക്കിയ ജനങ്ങളോട് അദ്ദേഹം പറയണം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്നും കേരളം ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കുമെന്നും പറഞ്ഞ ജോർജ് BJP നേതൃത്വം നൽകുന്ന ഭരണപക്ഷത്ത് താനും ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു. അടുത്ത 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാവായ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും എന്നതിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. തീർച്ചയായും എളിവനായ ഞാനും ഇപ്പോഴത്തെ നിലയിൽ അവിടെ കാണാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. BJP കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് G. ലിജിൻലാൽ, മധ്യമേഖലാ ഉപാധ്യക്ഷൻ TN ഹരികുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി S. രതീഷ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, കോട്ടയം. LDF പ്രതിഷേധത്തിനിടെ കണ്ണൂർ കോർപ്പറേഷൻ മേയർക്ക് മർദ്ദനമേറ്റതായി പരാതി. ഉപരോധത്തിനിടെ പ്രതിഷേധക്കാർ P. ഇന്ദിരയെ കയ്യേറ്റം ചെയ്തുവെന്നാണ് ആരോപണം. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മേയറെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണൂർ കോർപ്പറേഷൻ അഴിമതി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് LDF ഉപരോധ സമരം സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിനിടെ കാര്യാലയത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച മേയറെയും കൗൺസിലർമാരെയും സമരക്കാർ തടയുകയായിരുന്നു. LDF UDF പ്രവർത്തകർ തമ്മിലുള്ള വാക്തർക്കം നേരിയ സംഘർഷത്തിനിടയാക്കി. ഇതിനിടെയാണ് മേയർക്ക് പരിക്കേറ്റത്. ബംഗാളിൽ മമതാ സർക്കാർ നിയമങ്ങൾ കാറ്റിൽ പറത്തുകയാണ് എന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ബംഗാൾ സർക്കാർ ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നില്ല, ജുഡീഷ്യറിയെ വരെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. വനിതാ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ വനിതാ രാഷ്ട്രപതിയോട് അനാദരവ് കാണിച്ചു. എല്ലാവരെയും ബംഗാൾ സർക്കാർ ഭീഷണിപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ബഹുമാനിക്കുന്നില്ല. ബംഗാളിലെ പ്രശ്നങ്ങൾക്ക് കാരണം കേന്ദ്ര സർക്കാരല്ല, മമതാ ബാനർജി തന്നെയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. He has the right to answer to all what he said. Is being punished. And why so much of coercive steps have been taken. I don't know why only one state is being done. It is being done not because, it is being done because the only state left is West Bengal, where the rules and regulations and the rule of the law has gone for a ride. ഇസ്രയേൽ-ഇറാൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ഏകദേശം പൂർത്തിയായെന്ന് പറഞ്ഞ ട്രംപ് കാര്യങ്ങൾ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്താറായെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം യുദ്ധം എന്ന് അവസാനിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള സാഹസം കാണിക്കാൻ മുതിർന്നാൽ രാജ്യം തന്നെ തുടച്ചു നീക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു താൽക്കാലിക സൈനിക നടപടിയായിരുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. ടെലിവിഷൻ അഭിമുഖത്തിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞ ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി യോഗത്തിൽ ഈ പരാമർശം ആവർത്തിച്ചില്ല. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കുമെന്നും US സംരക്ഷണയിലെ കപ്പലുകൾ ആക്രമിച്ചാൽ തിരിച്ചടി വലുതാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം തുടരുകയാണ്. സൗദിയിലെ എണ്ണപ്പാടത്തിന് നേരെ വീണ്ടും ആക്രമണം നടന്നു എന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ ഡ്രോണുകൾ തകർത്തു എന്ന് ഗൾഫ് രാജ്യങ്ങൾ അറിയിച്ചു. ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു മരണം, 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 29 വയസ്സുള്ള യുവതിയാണ് കൊല്ലപ്പെട്ടത്. കുവൈറ്റിന് നേരെയും സൗദിക്ക് നേരെയും ഉണ്ടായ ആക്രമണ ശ്രമങ്ങളെ പ്രതിരോധിച്ചുവെന്നും അധികൃതർ വ്യക്തമാക്കി. T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് സമ്മാനം 131 കോടി രൂപ.
സമ്മാനത്തുക പ്രഖ്യാപിച്ച BCCI 2024 ലഭിച്ചതിനേക്കാൾ വലിയ തുകയാണ് ഇത്തവണ താരങ്ങളെ കാത്തിരിക്കുന്നത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ തങ്ങളുടെ 3ാം T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത്. ഈ ചരിത്ര വിജയത്തിന് പിന്നാലെയാണ് BCCIയുടെ വമ്പൻ പ്രഖ്യാപനം.